ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പീൽ ഓഫ് മാസ്കിൻ്റെ വീഡിയോ ആണ്. ഒരു DIY പീൽ ഓഫ് മാസ്ക് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ഫസ്റ്റ് എടുത്തേക്കുന്നത് ജെലാറ്റിനാണ്. ഇത് പൗഡർ അല്ല, ചെറിയ തരി തരി പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്തു. ചൂടുവെള്ളം ആഡ് ചെയ്തിട്ട് അത് നല്ലപോലെ അലിയുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഡബിൾ ബോയിലിംഗ് ചെയ്തു. അപ്പോൾ ഡബിൾ ബോയിലിംഗ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ച് അതിൽ ഈ ബൗൾ ഞാൻ വച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കുകയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ സൂക്ഷിക്കുക, ഡബിൾ ബോയിലിംഗ് ചെയ്യുമ്പോൾ കൈയൊന്നും പൊള്ളാതെ നോക്കുക. ഒരു സ്പൂണ് യൂസ് ചെയ്ത് നല്ലപോലെ ഒന്ന് ഇളക്കുക, അല്ലെങ്കിൽ അത് കട്ടയായിട്ടിരിക്കും. അതിനുശേഷം ഞാൻ ഇതിലോട്ട് കുറച്ച് പാൽ ആഡ് ചെയ്യാണ്. നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അത്രയും പാൽ ആഡ് ചെയ്യുക. അതിനുശേഷം ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. ഞാനൊരു പിഞ്ചാണ് മഞ്ഞൾപ്പൊടി എടുത്തത്, കാരണം എനിക്ക് ആ ഒരു സ്റ്റെയിൻ കിടക്കുന്ന അത്ര ഇഷ്ടമല്ല. ഇപ്പോൾ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി എത്ര വേണോ അത്രയും അളവിലെടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് നല്ലൊരു വെള്ളം പോലത്തെ ഒരു ഫോമിൽ വരണം. അതിനുശേഷം ഞാൻ ഇത് അപ്ലൈ ചെയ്യുകയാണ്. ചൂടുണ്ടെങ്കിൽ അപ്പോൾ അപ്ലൈ ചെയ്യൽ, കുറച്ച് നേരം തണുത്തതിന് ശേഷമേ ഫേസിൽ അപ്ലൈ ചെയ്യാവൂ. പിന്നെ നിങ്ങളിത് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യണം. എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഫേസ് ആണ്, അതുകൊണ്ട് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യരുത്. ഞാനിത് അപ്ലൈ ചെയ്തപ്പോഴൊന്നും എനിക്ക് പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. നോർമലായിട്ട് നമ്മൾ പീൽ ഓഫ് മാസ്ക് എങ്ങനെ യൂസ് ചെയ്യുന്നു ആ ഒരു ഫോമും കൺസിസ്റ്റൻസി എല്ലാം അതുപോലെ ആയിരുന്നു. അതുകൊണ്ട് എനിക്കൊരു പ്രശ്നം തോന്നിയില്ലായിരുന്നു. പക്ഷേ ഇത് അപ്ലൈ ചെയ്ത് എനിക്കിത് ഡ്രൈ ആയതിന് ശേഷം ഞാനത് പീൽ ഓഫ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് എനിക്ക് പറ്റുന്നില്ലായിരുന്നു പീൽ ഓഫ് ചെയ്യാനായിട്ട്. എന്താ റീസൺ എന്നറിയത്തില്ല. ഇനി ആ കട്ടി കൂടിപ്പോയോ, ഞാൻ ഇട്ടപ്പോൾ അത് ഭയങ്കര തിക്ക് ലെയർ ആയി പോയോ എന്നറിയില്ല. ഞാൻ ആദ്യം തിന്നായിട്ട് ഇട്ടതിന് ശേഷം ഞാൻ ഒരു ലെയർ കൂടെ ഇട്ടു. ഇനി അതുകൊണ്ടാണോ എന്നറിയത്തില്ല, തിക്കായതുകൊണ്ടാണോ എന്നറിയത്തില്ല. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് സക്സസ് ആയ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ റിസൾട്ട് എങ്ങനെയായിരുന്നെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഞാൻ ചെയ്ത എന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ എന്നറിയത്തില്ല. അങ്ങനെ ചെയ്തിട്ട് സക്സസ് ആയവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. ഇത് നല്ലപോലെ ഉണങ്ങിയോണ്ട് ഞാനിത് പീൽ ഓഫ് ചെയ്യാൻ നോക്കുകയാണ്. ഫസ്റ്റ് ഞാൻ പീൽ ഓഫ് ചെയ്തപ്പോൾ വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈസി ആയിട്ട് വരുന്നുണ്ടല്ലോ. പക്ഷെ ആ ചീക്കിൻ്റെ ഏരിയയൊക്കെ വന്നപ്പോൾ ഒട്ടും പറ്റുന്നില്ലായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ കുറച്ച് കണ്ണിൻ്റെ അടിഭാഗത്തായിട്ട് കുറച്ചായി. അത് ഭയങ്കര ഡാർക്കായിരുന്നു, ഒട്ടും പറ്റുന്നില്ലായിരുന്നു. ഈ മുകളിലൊക്കെ ഇളക്കുമ്പോൾ നല്ലപോലെ വരണുണ്ടായിരുന്നു, സ്മൂത്തായിട്ട് വരണുണ്ടായിരുന്നു. പക്ഷെ ആ ചീക്ക് ഏരിയയിലൊക്കെ എന്താണെന്ന് അറിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇപ്പോൾ ഇളക്കിയപ്പോൾ അവിടെ ഹെയർ ഉണ്ടായിരുന്നു. ആ ഹെയറുള്ള ഭാഗത്തൊക്കെ ഇളക്കുമ്പോൾ നല്ലപോലെ പെയിൻ ഉണ്ടായിരുന്നു. സാധാരണ ഞാൻ പീൽ ഓഫ് ചെയ്തിട്ടുള്ളപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര പെയിനുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇത് നല്ല പെയിൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ഓരോന്നായിട്ട് ഇളക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ പറ്റുന്നില്ല, നല്ലപോലെ വലിഞ്ഞ് വരണുണ്ടായിരുന്നു, നല്ല പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ലാസ്റ്റ് ഇത് നിർത്തിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, ഐസ് ക്യൂബ് എടുത്ത് വെച്ച് ഇളക്കാമെന്ന് വിചാരിച്ചു. കാരണം പീൽ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വിചാരിച്ചു എന്തായാലും ഐസ് ക്യൂബ് യൂസ് ചെയ്ത് എടുത്ത് കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഐസ് ക്യൂബ് യൂസ് ചെയ്തിട്ടും കുറേ ഒന്നും പോണുണ്ടായിരുന്നില്ല. പിന്നെ സ്കിന്ന് നല്ലപോലെ ചുമക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല റെഡ് കളറിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ ചീക്ക് ഏരിയയൊക്കെ നല്ല റെഡ് കളറിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഐസ് ക്യൂബ് യൂസ് ചെയ്തിട്ട് ഐസ് നല്ല തണുപ്പായിരുന്നു. ഞാനൊരു ടവൽ എന്തെങ്കിലും എടുക്കണമായിരുന്നു. പക്ഷേ ആ ഒരു ഫേസിലുള്ള ആ ഒരു പെയിന് കാരണം ഞാൻ ടവലൊന്നും എടുത്തില്ല. അതിനുശേഷം ഞാൻ ഒരു വെറ്റ് വൈപ്പ് യൂസ് ചെയ്ത് അത് തുടച്ച് കളയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. ഇത് യൂസ് ചെയ്ത് സക്സസ് ആയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് ആണോ എന്ന് അറിയത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.